ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? എനിക്കുന്നുണ്ടല്ലോ നമ്മളെ സുജിയ പാർവതിന്റെ അവസ്ഥ കണ്ടപ്പോ ചിരിക്കണോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയിലായി പോയി. സുജിയ പാർവതിയുടെ ചില സമയങ്ങളിൽ അവസ്ഥ കാണുമ്പോഴല്ല ശരിക്കും പറഞ്ഞ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തില്ലേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സുജിയ പാർവതി എത്തിപ്പെട്ടത്. സുജിയ പാർവതി അടുത്ത കാലത്തായിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് സുജിയ പാർവതിക്ക് കിട്ടിയ പണി എന്നറിയാം, ഇന്ത്യക്കാരായ 4 പാകിസ്ഥാൻ ചാരന്മാരെ പിടിച്ചു എന്നുള്ളൊരു വിവരം വന്ന് ആ വാർത്ത വായിച്ചിട്ട് നമ്മളെ സുജിയ പാർവതി അപ്പുറത്തെ റിപ്പോർട്ടറോട് ചാരന്മാരുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞ് ചാരന്മാരുടെ പേര് റിപ്പോർട്ടർ പറഞ്ഞ ശേഷം പിന്നെ നമ്മളെ സുജിയ പാർവതിന ആ ഏരിയയിൽ കാണുന്നില്ല. ആ പേര് പറഞ്ഞ ശേഷം നമ്മുടെ സുജിയ പാർവതിയുടെ അവസ്ഥ എന്താണെന്നറിയാം, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണില്ലേ, ആ അവസ്ഥയിലായി പോയി നമ്മുടെ സുജിയ പാർവതി. നമുക്കെന്തായാലും തേങ്ങ വീണ സുജിയ പാർവതിയുടെ അവസ്ഥയൊന്ന് കണ്ടിട്ട് വന്നാലോ? ISI ബന്ധമുള്ള ആയുധക്കടത്ത് സംഘം പിടിയിൽ 4 പേരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ഉപയോഗിച്ചെത്തിച്ച 10 വിദേശ നിർമ്മിത തോക്കുകളും 92 വെടിയുണ്ടകളും കണ്ടെത്തി. കുപ്രസിദ്ധ കുറ്റവാളി ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന് വേണ്ടിയാണ് തോക്കെത്തിച്ചത്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, 4 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നാണ് ഇവർ വിദേശ നിർമ്മിത തോക്കുകൾ ഇന്ത്യയിലേക്ക് കടത്തിയത് എന്ന് അറിയാൻ കഴിയുന്നു. 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അജയ്, അതോടൊപ്പം മന്ദീപ്, ദൽവീന്ദർ, റോഹൻ എന്നീ 4 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ദില്ലി പോലീസിന് കൃത്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയാണ് ഈ 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരം അറിയാൻ കഴിയുന്നു. ചാരന്മാരുടെ പേര് കേട്ടില്ലേ? മുഹമ്മദില്ല, സുബൈറില്ല, ഖാദറില്ല, എല്ലാ ഹിന്ദു നാമധാരികളായ സംഖ്യകൾ മാത്രം. പാവ സുജിയ പാർവതി എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ വാർത്ത വായിച്ചെന്നറിയാം. എല്ലാം തേഞ്ഞുപോയി. ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ സുജിയ പാർവതി ഭൂമി പിളർന്നിട്ട് അതിന്റെ അടിയിലേക്ക് പോയി. എല്ലാം മനുഷ്യന്മാരെ, ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട എല്ലാ പാക് ചാരന്മാരും എല്ലാം ഹിന്ദു നാമധാരികളായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞ സംഘികളായിരുന്നു, ചാണക സംഘികൾ. അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണൂല. കാരണം അജിത് ഡോവൽ തന്നെ പറഞ്ഞില്ലേ, 90% പാക് ചാരന്മാരും ഹിന്ദു നാമധാരികളായ സംഘികളായിരുന്നുവെന്ന്. അതിലും വലിയ തെളിവ് പിന്നെ എന്താണ് വേണ്ടത്? ഇനിയാണ് ഈ വാർത്തയുടെ ഏറ്റവും രസമുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നട്ടാ. ആ റിപ്പോർട്ടർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും നമ്മളെ സുജിയ പാർവതിന ആ വാർത്തയിൽ എവിടെയും കാണിക്കുന്നില്ല. സുജിയ പാർവതിയുടെ മുഖം അവിടെ കാണിക്കുന്നേ ഇല്ല. എനിക്കെന്താ തോന്നിച്ചിട്ടുണ്ടല്ല, ഈ പേര് കേട്ടിട്ട്, ഈ ചാരന്മാരുടെ പേര് കേട്ട ശേഷം നമ്മളെ സുജിയ പാർവതി പൊട്ടിക്കരയുകയായിരുന്നു തോന്നുന്നു. ആ പൊട്ടിക്കരയുന്നോണ്ട് സുജിയ പാർവതിയുടെ മുഖം കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഈ വാർത്ത കഴിയാനാകുമ്പം സുജിയ പാർവതി വന്നിട്ട് റിപ്പോർട്ടറോട് മതി, ഒരു താല്പര്യമില്ലാണ്ട് മതിയാക്കിട്ട് നീ പോയിക്കൊന്ന് പറയുന്ന ഒരു രംഗം കൂടിയുണ്ട്. നമുക്കെന്തായാലും ആ രംഗം, ആ മനോഹരമായ രംഗം കണ്ടിട്ട് വന്നല്ലോ. സുജിയ പാർവതി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. 10 വിദേശ നിർമ്മിത തോക്കുകളാണ് ഇവരുടെ കയ്യിലുള്ളത്. പ്രത്യേകിച്ച് അതിൽ 5 എണ്ണം ചൈനീസ് നിർമ്മിതവും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തുർക്കി നിർമ്മിതമൊക്കെ ആണെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന് വേണ്ടിയാണ് ഇവർ ഈ തോക്ക് എത്തിക്കുകയും ചെയ്ത് എന്നറിയാൻ കഴിയുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് ഈ തോക്കുകൾ കടത്തിയത് എന്ന വിവരമാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. ഇവർക്ക് ISI ബന്ധമുണ്ട് എന്ന് ദില്ലി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഇതൊരു വലിയ റാക്കറ്റാണ് എന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ ചില കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ ഈ 4 പേർ എന്ന് അറിയാൻ കഴിയുന്നു. ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് ഇപ്പോൾ വിവരമുള്ളത്. പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണം അടക്കം നടന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പാകിസ്ഥാനിലടക്കം തോക്കുകളും മറ്റ് ആയുധങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വ്യാപകമായി എത്തുന്നു എന്ന വിലയിരുത്തൽ തന്നെയാണ് ദില്ലി പോലീസ് അടക്കമുള്ള മറ്റ് ഏജൻസികൾക്കൊക്കെ ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇങ്ങനെ 4 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത് എന്ന സൂചന പുറത്തേക്ക് വരും. നിലവിൽ 10 തോക്കുകളും 92 വെടിയുണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന വിവരമാണ് ദില്ലി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്തത്. ലോറൻസ് ബിഷ്ണോയ്ക്കാണ്, പ്രത്യേകിച്ച് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവരികയും ഇന്ത്യയുടെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും അത്തരത്തിൽ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന് വേണ്ടി നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന സംഘമാണ്. നേരത്തെ ഈ NCP നേതാവ് ബാബ സിദ്ദീഖിന്റെ കൊലപാതകം, ഒപ്പം സൽമാൻ ഖാന്റെ വീട് നേരെ വെടിവെച്ച സംഘമാണ്. ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ തോക്കുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന എന്ന വിവരമാണ് പുറത്തേക്ക്. എന്താണെങ്കിലും ഇതൊരു ചെറിയ കണ്ണികൾ മാത്രമാണ്. വലിയ കണ്ണികൾ, വലിയ സ്രാവുകൾ പിടികൂടാനുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുക. അതിനുള്ള ശ്രമങ്ങൾ ശരി. നോബിൾ മാരിക്കാരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുധക്കടത്ത് സംഘം അവരെത്തിയത് ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? അതാണ് ഇനി അറിയേണ്ടത്. ആർക്കറിയേണ്ടത്? സുജിയ പാർവതിക്ക് ഇനി ഒന്നും അറിയണ്ട. സുജിയ പാർവതിക്ക് ആ വാർത്ത കേൾക്കാൻ താല്പര്യമേ പോയി. നോബിൾ മാലിക്കാരൻ അതുകൊണ്ട് ഇനി ഒന്നും പറയണ്ട. 100-ൽ വിട്ടോ, 100-ൽ ഒരൊറ്റ വിടൽ വിട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടാ, ഈ വാർത്ത ഏതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് അന്തിച്ചർച്ചക്ക് എടുത്തിട്ടുണ്ടാ? എടുക്കൂല. കുറെ മാധ്യമങ്ങൾ ഈ വാർത്ത തന്നെ കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ അന്തിച്ചർച്ച വെക്കേണ്ടത്? പിന്നെ നമ്മളെ വേശ്യാനെറ്റും വിസർജനം ഉണ്ടല്ല, ഈ ചാരന്മാർ ഏതെങ്കിലും മുസ്ലിമിന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ എന്ന് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എവിടെയും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് വിസർജനവും വേശ്യാനെറ്റും നല്ല ഉറക്കത്തിലാണ്, ചത്ത പോലത്തെ ഉറക്കത്തിൽ. ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ട ഭാവം നടിക്കാത്ത വേറൊരു വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
യോഗിയുടെ യുപിക്കാരെ പോലീസ് പൊക്കി. പാകിസ്ഥാന് വേണ്ടി ചാരപ്പാണി നടത്തുന്ന ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത്, സാന്ദ്രി എന്നിവരാണ് പിടിയിലായത്. എവിടുന്നാ പിടിയിലായത്? ഊപ്പിന്ന്. ഏത് നാട്ടുകാർ? ഊപ്പി. എന്താ പേര്? ഹിന്ദു നാമധാരികള്. ആര്? സംഘികള്. ഇവരുടെ ആരുടെയെങ്കിലും വീട് യോഗിജി ബുൾഡോസർ വെച്ച് പൊളിക്കോ? ഉണ്ട പൊളിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ, ഇനി മുസ്ലിം നാമധാരി എന്ത് ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ വീട് ബുൾഡോസർ ഇട്ട് പൊളിക്കാൻ പറ്റുന്നില്ല. യോഗിജിക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഇത് യോഗിജി കാണൂല, യോഗിജി തൊടൂല, യോഗിജി അറിഞ്ഞ ഭാവം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിലെ സംഘി മാധ്യമങ്ങളും ഇത് അറിഞ്ഞിട്ടേയില്ല. പിന്നെ എലക്ഷൻ ആയതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും BJP-കാരുടെ കുറ്റവും കുറവും, BJP-കാർക്കെതിരെ ഉണ്ടാകുന്ന കേസുകളും ഒന്നും അറിയില്ല. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. എന്നിട്ട് എന്ത് സംഭവിച്ചാലും കുറ്റം തെച്ച് ഇന്ത്യയിലെ മുസ്ലിമിന്. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും വിഷു വന്നാലും കോഴിക്ക് ഇരിക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് മുസ്ലിങ്ങളെ അവസ്ഥ. എന്ത് വന്നാലും എല്ലാം മുസ്ലിങ്ങളെ തലയിൽ. എന്നിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളുണ്ടല്ല, രാജ്യസ്നേഹത്തോടുകൂടി ഇന്ത്യയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ചാണക സംഘങ്ങൾ ഇങ്ങനെ ചാരപ്പണി എടുത്തിട്ട് അവരാണ് രാജ്യസ്നേഹികൾ എന്ന് രാവിലെ മുതൽ രാത്രി വരെ ഉറക്കത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കപട രാജ്യസ്നേഹമാണ് ഈ സംഖ്യക്ക്. പക്ഷെ യഥാർത്ഥ രാജ്യസ്നേഹിയായ മുസ്ലിമിനെ അവർ രാജ്യദ്രോഹിയാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഉളുപ്പുണ്ടോ ചാണകങ്ങൾ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഉളുപ്പുണ്ടോ ചാണകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല, ഉളുപ്പിന് നാണം വന്നു പോകും. ഉളുപ്പിന് നാണം വന്നു പോകും. എന്നാലും എന്റെ സുജയ പാർവതി, നിങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനത്തെ അവസ്ഥ വരുന്നുണ്ടല്ല. ദൈവമേ, ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള സംഘികളെ കൊണ്ടും സംഘിണികളെ കൊണ്ടും തന്നെ ഇവർക്കെതിരായ വാർത്തകൾ നിങ്ങൾ കൂടെ പറയിപ്പിക്കുന്നുണ്ടല്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാർത്ത വായിച്ച എന്റെ സംഘിണി സുജയ പാർവതിക്കും എന്റെ ഒരു നല്ല സുലാൻ.